ഹായ് ഡിയർ സ്റ്റുഡൻസ്, +2 സുവോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ഇയർ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. 6ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുൻപുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതാണ്. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് പാർട്ട്. കഴിഞ്ഞ 5ാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം മെൻസ്ട്രൽ സൈക്കിളും മെൻസ്ട്രൽ ഹൈജീനുമായിരുന്നു. ആൻഡ് നൗ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിക്ക് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്ന ടൈറ്റിലിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ വിവിധ സ്റ്റേജസും കാര്യങ്ങളുമാണ്. സോ ഫസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഫെർട്ടിലൈസേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. The process of fusion of sperm with an ovum is called fertilization. അറിയാമല്ലോ, കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്പേമും ഓവവും ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. And then ഇനി fertilization can only occur if the ovum and sperms are transported simultaneously to the ambulatory region. This is the reason why not all copulations lead to fertilization and pregnancy. ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ആണിത്. All copulations do not leads to fertilization and pregnancy. എല്ലാ കോപ്പുലേഷനുകളും എല്ലാ സെക്ഷൽ ഇൻ്റർകോഴ്സും എല്ലാ സെക്ഷൽ ആക്റ്റും എന്തിലേക്ക് എത്തുന്നില്ല? ഫെർട്ടിലൈസേഷനിലേക്ക് അല്ലെങ്കിൽ പ്രഗ്നൻസിയിലേക്ക് എത്തുന്നില്ല. എന്താണ് അതിന് കാരണം എന്നുള്ളത് ചോദിക്കാം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കാരണം അതാണ്. ഫെർട്ടിലൈസേഷൻ എപ്പോൾ മാത്രമേ നടക്കൂ? ഓൺലി ഇഫ് ദി ഓവം ആൻഡ് സ്പേംസ് ആർ ട്രാൻസ്പോർട്ടഡ് സൈമുൾട്ടേനിയസ്ലി ടു ദി ആംപുള്ളറി റീജിയൻ. ആംപുള്ള എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ 2ാമത്തെ വീഡിയോയിൽ ഫിമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ ഓവിഡക്റ്റിൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ പറഞ്ഞതാണ് ആംബുള്ളയും ഇസ്തുമസും ഇൻഫെൻറ്റിബുലവും ഫിംബ്രിയയും ഒക്കെ അല്ലേ. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ആംബുള്ളറി ഇസ്തുമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവവും സ്പേമും സൈമുൾട്ടേനിയസ് ആയിട്ട് അല്ലേ, നമുക്കറിയാം ഒരേ സമയത്ത് തന്നെ എവിടെ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ എന്ത് നടക്കൂ? ഫെർട്ടിലൈസേഷൻ നടക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പറഞ്ഞപ്പോൾ ഫെർട്ടൈൽ പീരീഡ് പറഞ്ഞിരുന്നു അല്ലേ. അതായത് ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 10 to 17 ഡേയ്സിലാണ് ഫെർട്ടിലൈസേഷനുള്ള സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ടാണ് അതിനെ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റീസണും ഇതാണ്. ഇപ്പോൾ ഒരു മെൻസ്ട്രൽ സൈക്കിൾ 28 ഡേയ്സിൽ നമ്മൾ കണക്കാക്കിയാൽ അതിൻ്റെ മിഡിലായ 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കുക. അപ്പോൾ ആ ഒരു ഓവുലേഷൻ നടന്ന് അബൌട്ട് 2 ഡേയ്സിൽ 2 ദിവസത്തോളമാണ് ഓവം ലൈവായിട്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് അതൊരു സ്പേമുമായി മീറ്റ് ചെയ്ത് ഫ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് നടക്കൂ? ഫെർട്ടിലൈസേഷൻ നടക്കൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഫെർട്ടിലൈസേഷൻ ക്യാൻ ഒക്കർ ഓൺലി ഇഫ് ദി ഓവം ആൻഡ് സ്പേം ആർ ട്രാൻസ്പോർട്ടഡ് സൈമുൾട്ടേനിയസ്ലി ടു ദി ആംപുള്ളറി റീജിയൻ. ഇതുകൊണ്ടാണ് എന്ത് പറയുന്നത്? എല്ലാ പോപ്പുലേഷൻസും ഫെർട്ടിലൈസേഷനിലേക്കോ പ്രഗ്നൻസിയിലേക്കോ എത്തുന്നില്ല എന്ന് പറയാനുള്ള കാരണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ഭാഗമാണ് പോളിസ്പേമി. അതായത് ഒരു എഗ്ഗ് തന്നെ ഒന്നിൽ കൂടുതൽ സ്പേം കൊണ്ട് ഫെർട്ടിലൈസ്ഡ് ആവുക. അപ്പോൾ ആ ഒരു, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു എഗ്ഗിലേക്ക് തന്നെ ഒന്നിൽ കൂടുതൽ സ്പേമുകൾ കയറുക. ആ ഒരു കാര്യമാണ് പോളിസ്പേമി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പോളിസ്പേമിയെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? അത് നോക്കാം. ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് എ സ്പേം കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി സോണ പെലൂസിഡ ലെയർ ഓഫ് ദി ഓവം. അത് നമുക്ക് എഗ്ഗിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്തെടുക്കുക. ആ എഗ്ഗിൻ്റെ സ്ട്രക്ചറിൽ പറഞ്ഞിരുന്നു അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന 2ാമത്തെ ലെയർ ഉണ്ട്, ആൻഡ് ഔട്ടർമോസ്റ്റ് ലെയറായ കൊറോണ റേഡിയേറ്റ. ഈ 3 ലെയേഴ്സ് ഉണ്ട്. ഈ ലെയേഴ്സുകളെ തുളച്ച് പെനിട്രേറ്റ് ചെയ്തിട്ട് വേണം സ്പേമിന് എഗ്ഗ് ന്യൂക്ലിയസിലേക്ക് എത്താനും ഫ്യൂസ് ചെയ്യാനും അല്ലേ. സോ ആ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ഈ സ്പേം എന്ത് ചെയ്യുന്നു? സോണ പെലൂസിഡ ലെയർ ഓഫ് ഓവത്തിനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു ആൻഡ് പ്രൊഡ്യൂസസ്
ചേഞ്ചസ് ഇൻ ദ മെംബ്രെയിൻ. ആ ഒരു സോണ പെല്ലൂസിഡ ലെയറിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ ചേഞ്ചസ് ആണ് ഇറ്റ് ബ്ലോക്ക് ദ എൻട്രി ഓഫ് അഡീഷണൽ സ്പേംസ്. ആ ഒരു ചേഞ്ചസ്, ആ സോണ പെല്ലൂസിഡ ലെയറിൽ ഉണ്ടാക്കുന്ന ആ ചേഞ്ചസ് ആണ് എന്തിന് കാരണമാകുന്നത്? അഡീഷണൽ സ്പേമുകളുടെ എൻട്രിയെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ അഡീഷണൽ സ്പേമുകളുടെ എൻട്രിയെ നമ്മൾ പറയുന്നതാണ് എന്ത്? പോളിസ്പേമി. So it ensures that only one sperm can fertilize an ovum. അതുകൊണ്ട് നമുക്ക് എന്ത് എൻഷുർ ചെയ്യുന്നു? ഒരു ഓവം മാത്രമേ, ഒരു സ്പേം മാത്രമേ ആ ഓവത്തെ ഫെർട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് ആ സ്പേം ഈ സോണ പെല്ലൂസിഡ ലെയറൊക്കെ പെനിട്രേറ്റ് ചെയ്തിട്ട് എഗ് ന്യൂക്ലിയസിലേക്ക് അല്ലെങ്കിൽ എഗ്ഗിൻ്റെ അകത്തേക്ക് എത്തുന്നത്? ദ സെക്രീഷൻസ് ഓഫ് ദി ആക്രോസോം ഹെൽപ്പ് ദ സ്പേം എൻറ്റർ ഇൻ ടു ദി സൈറ്റോപ്ലാസം. അതായത് ആക്രോസോമിൻ്റെ അകത്തുള്ള സെക്രീഷൻസ്, നമ്മൾ പറഞ്ഞു ആക്രോസോമിൻ്റെ അകത്ത് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട് എന്ന് പറഞ്ഞു. അക്രോസോം എന്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ? സ്പേമിൻ്റെ ഹെഡ് റീജിയനിൽ ന്യൂക്ലിയസിൻ്റെ മുകളിലായിട്ട് കാണുന്ന ക്യാപ്ലെക്സ് സ്ട്രക്ചറാണ്. അപ്പോൾ അതിലുള്ള ഈ ഒരു സെക്രീഷൻസ് ആണ് പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. The secretions of the acrosome help the sperm enter into the cytoplasm of the ovum through the zona pellucida and the plasma membrane. പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് എത്താൻ സഹായിക്കുന്നത് ആ സെക്രീഷൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, എന്തുകൊണ്ടാണ് എല്ലാ പോപ്പുലേഷൻസ് പ്രഗ്നൻസിയിലേക്ക് എത്താത്തത് എന്ന്. 2, പോളിസ്പേമിയെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്ന്. 3-മത്തത്, എന്താണ് അക്രോസോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതല്ലെങ്കിൽ എങ്ങനെയാണ് സ്പേം ഓവത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ എഗ്ഗിൽ ഈ മെംബ്രെയിൻസ് ഒക്കെ പെനിട്രേറ്റ് ചെയ്ത് സ്പേം അകത്തേക്ക് എത്തി അല്ലേ. ഇനി എന്താണ് എഗ്ഗിന് സംഭവിക്കുന്ന മാറ്റം നോക്കാം. This induces the completion of the meiotic division of the secondary oocyte. ഈ സ്പേം ഓവത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഊജനസിസ് പറഞ്ഞപ്പോൾ. ഊജനസിസിൽ പിന്നെ പ്രൈമറി ഊസൈറ്റ് ഉണ്ടായി, അത് കഴിഞ്ഞ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നു, സെക്കൻഡറി യൂസൈറ്റും ഒരു പോളാർ ബോഡിയും ഉണ്ടായി എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു താൽക്കാലികമായിട്ട് ഓവത്തിൻ്റെ ഡിവിഷൻ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ആ ഒരു സ്റ്റേജിൽ അറസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു സെക്കൻഡറി യൂസൈറ്റ് ആണ് ശരിക്കും ഓവുലേഷൻ്റെ സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതെന്താണ്? സെക്കൻഡറി യൂസൈറ്റ് ആണ് ആക്ച്വലി. ബാക്കിയുള്ള അതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സുകളൊക്കെ നടക്കാൻ പോകുന്നത് സ്പേം എൻട്രിക്ക് ശേഷമാണ്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ എന്തിനാ അവിടെ ചെയ്യാനുള്ളത്? സെക്കൻഡറി യൂസൈറ്റ് എന്താ ചെയ്യുന്നത്? ഇറ്റ് അണ്ടർഗോ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. അത് അടുത്ത മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. ആ ഡിവിഷനും ആദ്യത്തെ ഡിവിഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതും ഒരു അൺഈക്വൽ ഡിവിഷനാണ്. അതിൻ്റെ ഫലമായിട്ട് ഒരു സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്താ ഉണ്ടാകുന്നത്? ഹാപ്ലോയിഡ് എഗ്ഗുമാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴാണ് എന്താണ് നമ്മൾ പറയുന്നത്, എഗ്ഗ് എന്നുള്ള രൂപത്തിലേക്ക് അത് മാറിയത്. സോ സ്പേം എൻട്രി കഴിഞ്ഞാൽ, സ്പേം എൻട്രി ചെയ്യുന്നത് ശരിക്കും സെക്കൻഡറി യൂസൈറ്റ് സ്റ്റേജിലുള്ള ആ ഒരു ഓവത്തിലേക്കാണ് സ്പേം എൻട്രി ചെയ്യുന്നത്. ആ സ്പേം എൻട്രിക്ക് ശേഷമാണ് അവിടെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വീണ്ടും അവിടെ ഒരു സെക്കൻഡ് പോളാർ ബോഡിയും അതുപോലെ ഒരു ഹാപ്ലോയിഡ് എഗ്ഗുമാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇപ്പോഴാണ് ആ ഒരു ഡിവിഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നത്. സൂൺ പിന്നെ എന്താ ചെയ്യുന്നത്? ദ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് ദി സ്പേം ആൻഡ് ഓവം ഫ്യൂസ് ടുഗദർ ടു ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട്. അടുത്ത സ്റ്റേജ് എന്താണ്? ആ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ന്യൂക്ലിയസും സ്പേമിൻ്റെ ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറുന്നു? അത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട്. നോക്കൂ, അപ്പോൾ ഡിപ്ലോയിഡ് കണ്ടീഷൻ അവിടെ റീഗെയിൻ ചെയ്തു അല്ലേ. കാരണം എന്താണ്? എഗ്ഗ് ഹാപ്ലോയിഡ് ആണ്, സ്പേമും ഹാപ്ലോയിഡ് ആണ്. അവർ രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തപ്പം എന്ത് കിട്ടി? നമുക്ക് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് കിട്ടി. അപ്പോൾ ഇതാണ് ഫെർട്ടിലൈസേഷനെ അതിൻ്റെ പ്രോസസ്സ്. അതായത് ഇത് കൊറോണ റേഡിയേറ്റ് ഇതിലൂടെ പെനിട്രേറ്റ് ചെയ്തു. അടുത്ത സോണ പെല്ലൂസിഡ അതിനെ പെനിട്രേറ്റ് ചെയ്ത് പ്ലാസ്മ മെംബ്രെയിന് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് സൈറ്റോപ്ലാസത്തിലേക്ക് വന്നിട്ട് വേണം പിന്നെ എന്ത് ചെയ്യുന്നത്? അത് എഗ് ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യാം. ഓക്കെ, അതെ. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ് സെക്സ് ഓഫ് ദി ബേബി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക, സെക്സ് ഓഫ് ദി ബേബി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഫാദർ നോട്ട് ബൈ ദി മദർ. ഡു യു എഗ്രി? ജസ്റ്റിഫൈ യുവർ ആൻസർ. കുട്ടിയുടെ സെക്സ് തീരുമാനിക്കുന്നത് അച്ഛനാണ് അല്ലേ, അല്ലെങ്കിൽ മെയിൽ പാർട്ട്ണറാണ്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള കാര്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ അതേ ഭാഗം ഞാൻ ഇങ്ങോട്ട് എടുത്തേക്കാണ്.
അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിൻ്റെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 2 X ക്രോമസോമാണ് ഹ്യൂമൻ ഫീമെയിലിൽ കാണുക. എന്നാൽ മെയിലിലോ ഒരു എക്സും ഒരു വൈയുമാണ് കാണുക. ഓക്കെ, ദെർഫോർ ഓൾ ദ ഹാപ്ലോയിഡ് ഗ്യാമറ്റ്സ്, അതുകൊണ്ട് തന്നെ ഫിമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം അല്ലെങ്കിൽ എഗ്ഗിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഒരു എക്സ് ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക അല്ലേ? എല്ലാ ഓവത്തിലും ഒരു എക്സ് ക്രോമസോമാണ് ഉണ്ടാവുക. എന്നാൽ അതേ സമയത്ത് മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗ്യാമറ്റ് അതായത് സ്പേമിലോ 2 തരത്തിലുള്ള ക്രോമസോംസ് ഉണ്ടാവാം. ഒന്നുകിൽ അതിൽ ഒരു എക്സ് ക്രോമസോം ആവാം, അല്ലെങ്കിൽ ഒരു വൈ ക്രോമസോം ആവാം. ദാറ്റ് മീൻസ് മെയിൽ പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ്സ്. ഏതൊക്കെയാ? 50% വിത്ത് എക്സ് ക്രോമസോം ആൻഡ് ദ റിമൈനിങ് 50% വിത്ത് വൈ ക്രോമസോം. മനസ്സിലായല്ലോ? വേറാസ് ഫിമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ എല്ലാത്തിലും ഒരു എക്സ് ക്രോമസോമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇനി എന്താണ്? ഇനി നമുക്ക് എങ്ങനെയാണ് ബേബി മെയിലാവുന്നത്, എങ്ങനെയാണ് ഫീമെയിൽ, അത് ആൺകുട്ടി ആവുന്നത് എങ്ങനെ, പെൺകുട്ടി ആവുന്നത് എങ്ങനെ? ഇനി എഗ്ഗ് എന്തായാലും ഒരു എക്സ് ക്രോമസോമാണല്ലോ. ആ എഗ്ഗുമായിട്ട് വന്ന് ഫ്യൂസ് ചെയ്യുന്ന സ്പേമിലുള്ളത് വൈ ക്രോമസോം ആണെങ്കിൽ, എന്നൂടെ പറയാം, എഗ്ഗുമായി ഫ്യൂസ് ചെയ്യുന്ന സ്പേമിലുള്ളത് വൈ ക്രോമസോം ആണെങ്കിൽ സൈഗോട്ടിൽ എന്താ ഉണ്ടായിരിക്കുക? ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമും. അപ്പോൾ കുട്ടി എന്തായിരിക്കും? ആൺകുട്ടി ആയിരിക്കും. അല്ലെങ്കിലോ സ്പേമിലും എക്സ് ക്രോമസോമാണ്, എഗ്ഗ് എന്തായാലും എക്സ് ക്രോമസോമാണ്. അപ്പോൾ സൈഗോട്ടിൽ 2 എക്സ് ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുട്ടി എന്തായിരിക്കും? പെൺകുട്ടി ആയിരിക്കും. അപ്പോൾ 2 എക്സ് ആണെങ്കിൽ അത് ഫിമെയിൽ ആയിരിക്കും, ഒരു എക്സും ഒരു വൈയും ആണെങ്കിൽ അത് മെയിലും ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഫാദർ നോട്ട് ബൈ ദി മദർ അല്ലേ? അമ്മയിൽ എന്താണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗിൽ ഒരു എക്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ കുട്ടിയുടെ സെക്സ് തീരുമാനിക്കുന്നത് അച്ഛനിൽ നിന്ന് വരുന്ന സ്പേമിലുള്ള ക്രോമസോമാണ്. അത് എക്സ് ആണെങ്കിൽ പെൺകുട്ടിയും വൈ ആണെങ്കിൽ ആൺകുട്ടിയും. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, സെക്സ് ഓഫ് ദി ബേബി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഫാദർ നോട്ട് ബൈ ദി മദർ. ഇനി നമ്മൾ ഇതേ കാര്യം തന്നെ നമ്മുടെ ജെനറ്റിക്സിൻ്റെ ഒരു ചാപ്റ്ററിലും കൂടെ സെയിം കാര്യം പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ 2 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ഇത്. നെക്സ്റ്റ് ക്ലീവേജ് ആണ്. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സൈഗോട്ട് ഫോം ചെയ്തിരിക്കുകയാണല്ലോ. ഇനി അടുത്തത് സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എംബ്രിയോണിക് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ട് ഈ ഫെർട്ടിലൈസ്ഡ് സൈഗോട്ട് ഉണ്ടല്ലോ, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ആ സൈഗോട്ട് എന്ത് ചെയ്യുന്നു? ഇറ്റ് സ്റ്റാർട്ട്സ് മൈറ്റോട്ടിക് ഡിവിഷൻ. മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിങ്ങനെ സെല്ലുകളുടെ എണ്ണം ഇങ്ങനെ കൂടുക അല്ലേ, മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സൈഗോട്ടിൽ നടക്കുന്ന ആ മൈറ്റോട്ടിക് ഡിവിഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലീവേജ്. ഒരു വാക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The mitotic division start as the zygote move through the isthmus of the oviduct. അതായത് ഇപ്പോൾ ഓവിഡക്റ്റിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക നമ്മൾ പറഞ്ഞല്ലോ. ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ട് ഓവിഡക്റ്റിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് വരികയാണ് അല്ലേ. ഇനി അത് എവിടേക്ക് എത്തണം? യൂട്രസിനകത്തേക്കാണ് എത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു യാത്രാമധ്യേ തന്നെ ഈ സൈഗോട്ട് എന്ത് ചെയ്യുന്നു? ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ടുവേർഡ്സ് ദ യൂട്രസ്, ഞാൻ പറഞ്ഞു യൂട്രസിലേക്കാണ് പോകുന്നത്. മൂവ്സ് ത്രൂ ദ isthmus ഓഫ് ദി ഓവിഡക്റ്റ്, ഇവിടെ കോമയാണ്, ടുവേർഡ്സ് ദ യൂട്രസ് ആൻഡ് ഫോംസ്. എത്ര സെല്ലുകളാണ് ഫോം ചെയ്യുക? ആദ്യം ഒന്ന് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു സൈഗോട്ട് 2ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ 2 സെല്ലുകളായി, പിന്നെ 4 സെല്ലായി, 8 ആയി, 16 ആയി. അങ്ങനെ ഡോട്ടർ സെൽസ് ആയിട്ട് ഫോം ചെയ്യാണ്. ഈ സെല്ലുകളെ പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. ഓക്കെ, ദി സെൽസ് ആർ കോൾഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ആൻഡ് ദീസ് ഡിവിഷൻസ് ആർ കോൾഡ് ക്ലീവേജ്. So, the mitotic divisions undergone by the zygote is known as cleavage. 1 മാർക്കാണ്. And the cells resulting by cleavage, ക്ലീവേജിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സെല്ലുകളെ പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. ഓക്കെ, ഇപ്പോൾ 2, 4, 8, 16 അങ്ങനെ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് സെല്ലുകളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കും. ഇനി നെക്സ്റ്റ് നോക്കൂ, ഈ 2 ടേംസ്, ഈ ഒരു ടേം നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ഡിവിഷൻ കഴിഞ്ഞ് 2 സെല്ലാവും, പിന്നെ അത് 4 ആവും, പിന്നെ 8 ആവും, 16 ആവും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നോക്കൂ, ദ എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ്, 8 മുതൽ 16 വരെ ബ്ലാസ്റ്റോമിയേഴ്സ്. ബ്ലാസ്റ്റോമിയേഴ്സ് മീൻസ് ആ സെല്ലുകൾ, അത്രയും സെല്ലുകളുള്ള എംബ്രിയോയെ പറയുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് മോറുല. ദ എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഈസ് കോൾഡ് മോറുല. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ആ മോറുല വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു 16, 32 അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറും? അവസാനം ബ്ലാസ്റ്റോസിസ്റ്റ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു ടേമാണ് ബ്ലാസ്റ്റോസിസ്റ്റ്.
എന്നിട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എങ്ങടത്താണ് യൂട്രസിലേക്ക് എത്തുന്നു. നമ്മൾ ഫസ്റ്റ് ഈ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ കേട്ടോ, ഞാൻ ഒന്നുകൂടെ പറയാം കുറച്ച് കഴിഞ്ഞിട്ട്. സോ മോറുല വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് അത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയി മാറി എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, യൂട്രസിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. എക്സാമിന് 2-3 മാർക്കിനൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല നമുക്ക് പറയാം. സ്ട്രക്ചർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് വരയ്ക്കാൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ, ലേബൽ ചെയ്യാൻ, അതിൻ്റെ സെൽ ലെയേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ്, പിന്നെ പ്രാക്ടിക്കൽ എക്സാമിന് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ സെൽ ലെയേഴ്സ് നമുക്ക് 2ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ടർ ലെയറിനെ പറയുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. ആൻഡ് ദെൻ ഇന്നറിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. അപ്പോൾ 2 ലെയേഴ്സ് ഏതൊക്കെയാണ്? ഈ ഡയഗ്രാം നോക്കിക്കോളൂ. ഇതാണ് ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഡയഗ്രാം. ഇത് ഔട്ടർ ലെയറിനെ പറയുന്ന പേര് ട്രോഫോബ്ലാസ്റ്റ്. ആൻഡ് ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. ഈ 2 ലെയറുകൾ ശ്രദ്ധിക്കുക ഡയഗ്രാം. അപ്പോൾ നമുക്കിത് ഡിവിഷൻ കാണിക്കുകയാണ്. ഓവത്തിൽ സ്പേം വന്നു, ഫ്യൂസ് ചെയ്തു, സൈഗോട്ട് ഫോം ചെയ്തു. സൈഗോട്ട് ആദ്യം 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, 2 ബ്ലാസ്റ്റോമിയേഴ്സ്, പിന്നെ 4ആയി. ദെൻ 8 to 16 വരെ സെല്ലുകളായ നമ്മളതിന് മോറുല എന്ന പേര് പറഞ്ഞു. അതാണ് ഈ സ്ട്രക്ചർ. അത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് എന്താകുന്നു, ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നു. ബ്ലാസ്റ്റോസിസ്റ്റിന് ഔട്ടർ ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽമാസ് എന്ന് പറയുന്ന 2 രീതിയിലുള്ള സെല്ലുകളാണ് വരുന്നത്. ഇനി ഈ ട്രോഫോബ്ലാസ്റ്റ് ആണ് യൂട്രസിലേക്ക് അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പറയാം അത് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഒക്കെ ആയിട്ട് ഫോം ചെയ്യുന്നു. ഇന്നർ സെൽമാസ് ആണ് ശരിക്കും ആ ഒരു എംബ്രിയോ ആയിട്ട് പിന്നീട് അത് ഫോം ചെയ്യുക കേട്ടോ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത അപ്പോൾ നമുക്ക് ഫെർട്ടിലൈസേഷൻ ഈസ് ഓവർ ആൻഡ് ദെൻ ക്ലീവേജും കഴിഞ്ഞു. ഇപ്പം എന്തായി, ബ്ലാസ്റ്റോസിസ്റ്റ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തി. ഇനി എന്താണ് ചെയ്യുക, ഈ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ. ഇനി അടുത്ത സ്റ്റേജാണ് ഇംപ്ലാന്റേഷൻ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ സ്റ്റെപ്സ് ഇൻ റീപ്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇംപ്ലാന്റേഷൻ. The attachment of blastocyst on the inner wall of uterus, അതായത് എൻഡോമെട്രിയത്തിൻ്റെ അകത്ത് പോയിട്ട് ഈ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഓക്കെ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഏത് സ്റ്റേജിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുക? ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുക. എവിടെയാണ് ഇംപ്ലാന്റേഷൻ നടക്കുക? എൻഡോമെട്രിയത്തിലാണ്. എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കുക. ഇനി ഇത് ശ്രദ്ധിക്കുക. ബട്ട് ഇറ്റ്സ് എ ഫേറ്റ്, അതായത് ഈ ലെയറുകൾ എന്തായിട്ട് മാറുന്നു? ദ ട്രോഫോബ്ലാസ്റ്റ് ലെയർ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ദി എൻഡോമെട്രിയം. ഈ ട്രോഫോബ്ലാസ്റ്റ് ലെയർ എൻഡോമെട്രിയത്തിനോട് അറ്റാച്ച് ചെയ്യുന്നു. ഇന്നർ സെൽമാസോ അതാണ് പിന്നീട് കറക്റ്റുള്ള അത് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു എംബ്രിയോ. അതാണ് പിന്നീട് കറക്റ്റായ എംബ്രിയോ ആയിട്ട് മാറുന്നത്. എന്താണ്? ഇന്നർ സെൽമാസ് ആണ്. ട്രോഫോബ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? എൻഡോമെട്രിയത്തോട് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, ആഫ്റ്റർ അറ്റാച്ച്മെൻറ്റ് ഇപ്പം എന്ത് ചെയ്തു? ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്തു. അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞാലോ ദ യൂട്രൈൻ സെൽസ് ഡിവൈഡ് റാപ്പിഡ്ലി ആൻഡ് കവേഴ്സ് ദ ബ്ലാസ്റ്റോസിസ്റ്റ്. യൂട്രസിലെ സെല്ലുകൾ പെട്ടെന്ന് അങ്ങോട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ബ്ലാസ്റ്റോസിസ്റ്റിനെ അങ്ങോട്ട് കവർ ചെയ്യുന്നു. As a result, the blastocyst become embedded in the endometrium of the uterus and this is called implantation and it leads to pregnancy. അതായത് ഈ ഒരു ഇംപ്ലാന്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഓക്കെ, നെക്സ്റ്റ് പ്രഗ്നൻസി എന്നുള്ള അവസ്ഥയിലേക്ക് പോവുക. കാരണം ഫെർട്ടിലൈസേഷൻ നടന്നാലും കൃത്യമായിട്ട് അത് ഈ ഒരു ഇംപ്ലാന്റേഷൻ, അതായത് എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ എംബ്രിയോയ്ക്ക് വളരാൻ കഴിയുമോ? ഇല്ല. സോ ആ ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാലാണ് ദാറ്റ് ലീഡ്സ് ടു പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ ആ ഒരു ഇതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, സൈഗോട്ട് സ്പേം ഫ്യൂസ് ചെയ്തു, 2 ബ്ലാസ്റ്റോമിയേഴ്സ്, 4 അടുത്തത് മോറുല സ്റ്റേജായി. കണ്ടോ, ഇതൊക്കെ സംഭവിക്കുക എപ്പോഴെന്ന് അറിയാം. ഇതിങ്ങനെ ഫെലോപ്പിയൻ ട്യൂബിലൂടെ ഓവറിൽ ഇങ്ങനെ വന്നു കളക്ട് ചെയ്തു, ഇങ്ങനെ മൂവ് ചെയ്യാണ്. ആ സമയത്ത് സ്പേമുമായി കണ്ടു, ഫ്യൂസ് ചെയ്തു. അങ്ങനെ യാത്ര തുടരുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാണ്? ക്ലീവേജ് ഒക്കെ നടന്നു, ഡിവിഷൻസ് ഒക്കെ നടന്നു. അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റ് ആയി എന്ത് ചെയ്യുന്നു? ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ വന്ന് അറ്റാച്ച് ചെയ്തു. ആൻഡ് ദെൻ അതാണ് ഇംപ്ലാന്റേഷൻ. അത് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ജസ്റ്റേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റേഷൻ പീരീഡ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ.
ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ ഈ ഇന്നർ സെൽ മാസ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഡിഫറൻഷിയേറ്റ്സ് ഇൻ ടു ആൻ ഔട്ടർ ലെയർ കോൾഡ് എക്ടോഡേം ആൻഡ് ആൻ ഇന്നർ ലെയർ കോൾഡ് എൻഡോഡേം. ഓർമ്മയുണ്ടല്ലോ, ഫസ്റ്റ് ഇയറിൽ ആദ്യം നമ്മൾ പഠിച്ചതാണ് ജേം ലെയേഴ്സ്. ജേം ലെയേഴ്സ് എന്തായിരുന്നു? ദ ഫണ്ടമെന്റൽ സെൽ ലെയേഴ്സ് ഫ്രം വിച്ച് ഓൾ ഓർഗൻസ്, അല്ലെ, എല്ലാ ഓർഗൻസും അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റംസും ഒക്കെ ഫോം ചെയ്യുന്ന ഫണ്ടമെന്റൽ സെൽ ലെയേഴ്സുകളായിരുന്നു ജേം ലെയേഴ്സ്. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഇന്നർ സെൽ മാസ് ആദ്യം രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഒന്ന് ഔട്ടർ ലെയറായ എക്ടോഡേമും മറ്റൊന്ന് ഇന്നർ ലെയറായ എൻഡോഡേമും. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ആ മീസോഡോം, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമ്മുടെ മീസോഡോം എന്ന് പറയുന്ന ലെയർ വരുന്നു. അങ്ങനെയുള്ള ഈ 3 ലെയേഴ്സിൽ നിന്നാണ് പിന്നീട് നമ്മുടെ എല്ലാ ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ഫോം ചെയ്യുന്നത്. അതാണ് നമ്മുടെ ജേം ലെയേഴ്സ്. ഓക്കെ, ഇന്നർ സെൽ മാസ് കണ്ടെയ്ൻ സർട്ടൈൻ സെൽസ് കോൾഡ് സ്റ്റെം സെൽസ്. സ്റ്റെം സെൽസ് എനിക്ക് തോന്നുന്നു ബോട്ടണിയിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ സ്റ്റെം സെൽ തെറാപ്പിയൊക്കെ കൂടുതലായിട്ട് വരുന്നൊരു സംഭവമാണ്. അതായത് സ്റ്റെം സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഏത് സെല്ലുകളായിട്ടും മാറാനുള്ള അതിൽ നിന്ന് ഏത് തരം സെൽസ് അല്ലെങ്കിൽ ഓർഗൻസ് ഒക്കെ ഉണ്ടാവാൻ കഴിവുള്ള തരം സെല്ലുകളെയാണ് നമ്മൾ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. സോ ഇന്നർ സെൽ മാസ് കണ്ടെയ്ൻ സർട്ടൈൻ സെൽസ് കോൾഡ് സ്റ്റെം സെൽസ് വിച്ച് ഹാവ് ദ പൊട്ടൻസി ടു ഗീവ് റൈസ് ടു ഓൾ ദ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. ആണ് ഏത് ടിഷ്യൂസും അല്ലെങ്കിൽ ഓർഗൻസും ആയിട്ട് അവർക്ക് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ഈ സ്റ്റെം സെൽസുകൾ എന്ന് പറയുന്നത്. ഇനി ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ട്രോഫോബ്ലാസ്റ്റിൻ്റെ മുകളിൽ ഫിംഗർ ലൈക്ക് വിരലുകൾ പോലെയുള്ള പ്രൊജക്ഷൻസ് വരുന്നുണ്ട്. ആ പ്രൊജക്ഷൻസിനെ പറയുന്ന പേരാണ് കോറിയോണിക് വില്ലേ. ഓക്കെ, ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അപ്പിയർ ഓൺ ദി ട്രോഫോബ്ലാസ്റ്റ് വിച്ച് ഈസ് കോൾഡ് കോറിയോണിക് വില്ലേ. ഇനി അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്ത് കാണുന്നുണ്ട്? വിച്ച് ആർ സറൗണ്ടഡ് ബൈ യൂട്രൈൻ ടിഷ്യൂ ആൻഡ് മെറ്റേണൽ ബ്ലഡ്. മദറിൻ്റെ ബ്ലഡും അതുപോലെ യൂട്രൈൻ ടിഷ്യൂവും കൊണ്ട് അതിങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരിക്കും. ഇനി ദി കോറിയോണിക് വില്ലേ ആൻഡ് യൂട്രൈൻ ടിഷ്യൂ ബിക്കം ഇന്റർഡിജിറ്റേറ്റഡ് വിത്ത് ഈച്ച് അതർ and jointly form a structural and functional unit between developing embryo and maternal body called placenta. പ്ലാസൻ്റ എന്താണെന്നാണ് പറഞ്ഞത്. പ്ലാസൻ്റ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് അല്ലേ. പ്ലാസൻ്റ എന്ന് പറഞ്ഞാൽ ഈ കോറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂവും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു എംബ്രിയോയും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് എംബ്രിയോ, അതായത് ഫീറ്റസ് എന്ന് പറയും, അതും അമ്മയും തമ്മിലുള്ള ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ജോയിൻ്റ് ആണ് എന്ത് ഈ പറയുന്ന സാധനം. ദാറ്റ് ഈസ് ഫോംഡ് ഓഫ് കോറിയോണിക് വില്ലേ ആൻഡ് യൂട്രൈൻ ടിഷ്യൂ. രണ്ടും കൂടെ ചേർന്നുണ്ടാവുന്നതാണ്. അതായത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ഫങ്ഷണൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷനാണ്. ദാറ്റ് ഈസ് കോൾഡ് പ്ലാസെൻ്റ. ഇതിന് ഒരു 1 മാർക്ക് ചോദിക്കാം. ഇതത് കാണിക്കുന്നത് കണ്ടോ? ഇതാണ് കോറിയോണിക് വില്ലേ എന്നുള്ള വിരലുകൾ പോലെയുള്ള സാധനം ഫോം ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതും യൂട്രൈൻ ടിഷ്യൂവും കൂടെ ഫോം ചെയ്തിട്ടാണ് പ്ലാസെൻ്റ ആയിട്ട്, പ്ലാസെൻ്റൽ വില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എംബ്രിയോ എന്ന് പറയുന്നത്. നമുക്ക് യൂട്രസിൻ്റെ അകഭാഗമാണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ, ക്യാവിറ്റി ഓഫ് യൂട്രസ്. ആൻഡ് ദെൻ ഇതാണ് എംബ്രിയോ. ആൻഡ് ദെൻ ഇതാണ് അംബിലിക്കൽ കോഡ്. അതായത് ഈ ഒരു കണക്ഷൻ, പ്ലാസൻ്റയിലേക്കുള്ള കൃത്യമായ കണക്ഷൻ കൊടുക്കുകയാണ്. അതാണ് അംബിലിക്കൽ കോഡ് എന്ന് പറയുന്നത്. ഇതാണ് സ്ട്രക്ചർ. ഇനി ഇതിലിപ്പോൾ പ്ലാസൻ്റയുടെ ഫങ്ഷൻ, പ്ലാസൻ്റ ഈസ് കണക്റ്റഡ് ടു ദി എംബ്രിയോ. അപ്പോൾ ഇതാണ് എന്ത് പ്ലാസൻ്റ എങ്കിൽ ഈ പ്ലാസൻ്റയെ കുട്ടിയുമായി കണക്ട് ചെയ്യുന്നതാണ് അംബിലിക്കൽ കോഡ് എന്ന് പറയുന്ന സാധനം, അംബിലിക്കൽ കോഡ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ടു ആൻഡ് ഫ്രം ദി എംബ്രിയോ. അപ്പോൾ പ്ലാസൻ്റേന്ന് ഇങ്ങോട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക, എംബ്രിയോയ്ക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുക, എംബ്രിയോയ്ക്ക് വേണ്ടാത്തതിനെ തിരിച്ച് പ്ലാസൻ്റയിലേക്ക് എത്തിക്കുക. ഇത് ആരുടെ പണിയാണ്? അംബിലിക്കൽ കോഡിൻ്റെ പണിയാണ്. ഓക്കെ, ഇനി ഫങ്ഷൻസ് ഓഫ് പ്ലാസൻ്റ 2 മാർക്കിന് ചോദിക്കാം. പ്ലാസൻ്റ എന്ത് ചെയ്യുന്നു? കുഞ്ഞിന് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കൊടുക്കുന്നു അല്ലേ. ആൻഡ് ദെൻ കുട്ടിയിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ മറ്റ് വേസ്റ്റ് മെറ്റീരിയൽസിനെയും ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു. Placenta facilitate the supply of oxygen and nutrient to the embryo, helps in the removal of carbon dioxide and other waste material from the embryo. Then വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
പ്ലാസെന്റ ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ, അതായത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നു. അതെന്തൊക്കെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹ്യൂമൺ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG, ഹ്യൂമൺ പ്ലാസെന്റൽ ലാക്ടജൻ HPL, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. മെയിനായിട്ട് HCGയുടെ കാര്യം, അതായത് പ്രഗ്നൻസിയെ കൺഫേം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹോർമോണിൻ്റെ പ്രസൻസ്, ഈ ഒരു ഹോർമോണിൻ്റെ പ്രസൻസ് നോക്കിയിട്ടാണ് പ്രഗ്നൻസിയെ കൺഫേം ചെയ്യുന്നത്. ആൻഡ് ദെൻ HPL, പ്ലാസെന്റൽ ലാക്ടോജൻ. ആൻഡ് ദെൻ അതുപോലെ തന്നെ റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, അത് പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കുമാണ് അത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ 3 ഹോർമോൺസും സ്ത്രീകളിൽ പ്രഗ്നൻസിയുടെ സമയത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. HCL, HPL ആൻഡ് റിലാക്സിൻ. ഓക്കെ, ഇൻ ദ ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസി, ഇതാണ് റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. അതെപ്പോഴാണ്? പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കുമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ 3 ഹോർമോണുകളുടെ പ്രസൻസ് പ്രഗ്നൻസി സ്റ്റേജിൽ മാത്രം കാണുന്നു. അതിൽ HCGയും HPLും പ്രൊഡ്യൂസ് ചെയ്തത് പ്ലാസൻ്റെയാണ്, വേറെ റിലാക്സിൻ ആരാണ്? ഓവറിയാണ്. ഹോർമോണുകളുടെ പേര്, അതാര് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതും എക്സാമിന് ചോദിക്കുന്നുണ്ട്. ജെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രോത്ത് ആണ് അല്ലേ, അതായത് ഫെർട്ടിലൈസേഷൻ്റെയും പാർച്ചുറേഷൻ മീൻ ഡെലിവറി, അതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള ആ ഒരു കാലം, അതായത് നമ്മുടെ ഗർഭകാലം എന്ന് പറയുന്നതാണ് ജെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 9 months ആണ് എന്നുള്ളത്. അപ്പോൾ ആ ഓരോ മന്തിലും നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എക്സാമിന് ചോദിക്കാറുണ്ട്. ആദ്യം ഫോം ചെയ്യുന്നത് ഓർഗൻ എന്താണ്? ഹാർട്ടാണ് ആദ്യം ഫോം ചെയ്യുക. സോ ഫസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസിയിൽ ഹാർട്ട് ഫോം ചെയ്യുന്നു. ഒരു ഗ്രോവിങ് ഫീറ്റസിൻ്റെ അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ആദ്യം മനസ്സിലാക്കുക, അതിൻ്റെ ഹാർട്ട് ബീറ്റിൽ നിന്നാണ്. സോ ഫസ്റ്റ് ഫോംഡ് ഓർഗൻ എന്ന് പറയുന്നത് ഹാർട്ടാണ്, ഫസ്റ്റ് മന്തിൽ ഫോം ചെയ്യുന്നു. സെക്കൻഡ് മന്തിൽ എന്താണ്? ലിംസും ഡിജിറ്റ്സും ഫോം ചെയ്യുന്നു. രണ്ടാമതായിട്ട് എന്തൊക്കെയാണ്? ലിംബുകൾ, കയ്യ്, കാല്, പിന്നെ വിരലുകൾ അല്ലേ, ലിംസും ഡിജിറ്റ്സും ഫോം ചെയ്യുന്നു. ദെൻ 12ാമത്തെ ആഴ്ച, അതായത് നമ്മുടെ ഈ പ്രഗ്നൻസി പീരീഡിനെ 9 മാസം നമ്മൾ പറയുന്നുണ്ട്, അതിനെ 3 ട്രൈംസ്റ്ററുകളായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 3 മാസത്തിന് ഫസ്റ്റ് ട്രൈംസ്റ്റർ, നെക്സ്റ്റ് വരുന്ന 3 മാസത്തിന് സെക്കൻഡ് ട്രൈംസ്റ്റർ, ആൻഡ് ലാസ്റ്റ് 3 മാസത്തിന് തേർഡ് ട്രൈംസ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ട്രൈംസ്റ്റർ, അതായത് 12 ആഴ്ച അല്ലേ, 12 ആഴ്ച അവസാനിക്കാറാവുമ്പോഴേക്കും പ്രധാനപ്പെട്ട എല്ലാ ഓർഗൻസും ഫോം ചെയ്യുന്നു. ലിംസ്, എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻസ് എല്ലാം ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ട്രൈംസ്റ്ററിൻ്റെ അവസാനമാകുമ്പോഴേക്കും. 5ാമത്തെ മാസമാകുമ്പോഴേക്കും അതിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങുന്നു. അതുപോലെ തലയിൽ മുടി അല്ലേ, മുടികളൊക്കെ വളരാൻ തുടങ്ങുക. മൂവ്മെൻറ്റ് എപ്പോഴാണ്? അപ്പോൾ 5th മന്തിലാണ്. ഹെയർ ഡെവലപ്മെൻറ്റും 5th മന്തിലാണ്. ദെൻ സെക്കൻഡ് ട്രൈംസ്റ്റർ അവസാനിക്കുന്നു, അതായത് 24 ആഴ്ചയാകുമ്പോഴേക്കും ബോഡിയിൽ മുഴുവനും ചെറിയ ഹെയർസ് ഉണ്ടാവും അല്ലേ. ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർസ്. ഐലിഡ്സുകൾ അല്ലേ, ഐലിഡ്സുകൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഐലാഷസ് ഫോം ചെയ്യുന്നു. ഐലിഡ് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം സെക്കൻഡ് ട്രൈംസ്റ്റർ അവസാനം ആകുമ്പോഴേക്കും. ബൈ ദ എൻഡ് ഓഫ് 9 months ഓഫ് പ്രഗ്നൻസി, 9 മാസം ആകുമ്പോഴേക്കും എന്തായി? ദ ഫീറ്റസ് ഈസ് ഫുള്ളി ഡെവലപ്ഡ്. 9 മാസം ആകുമ്പോഴേക്കും പൂർണ്ണമായി അതിന് വളർച്ച എത്തിക്കഴിയും, ഡെലിവറിക്ക് റെഡിയാകുന്നു. ഓക്കെ, ഡ്യൂറിങ് പ്രഗ്നൻസി ദ ലെവൽസ് ഓഫ് ഹോർമോൺസ് ലൈക്ക് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ, തൈറോസിൻ ഇവരെല്ലാം കൂടുന്നുണ്ട്. കാരണം എന്താണ്? ആ കുഞ്ഞിന് വേണ്ട എല്ലാ സപ്പോർട്ടും, അതിൻ്റെ മെറ്റബോളിസം, ഗ്രോത്ത്, എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്രഗ്നൻസിയെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഹോർമോണുകളുടെ ലെവലുകൾ പല മടങ്ങ് വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞു, ജെസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കുന്നതാണ് പാർച്വറേഷൻ. ദാറ്റ് മീൻസ് ദ പ്രോസസ് ഓഫ് ഡെലിവറി ഓഫ് ദ ഫീറ്റസ്. ചൈൽഡ് ബർത്ത്, പ്രസവം എന്നൊക്കെ പറയുന്നതാണ് പാർച്വറേഷൻ. അപ്പോൾ 9 months ആയാലാണ് ഇത് സംഭവിക്കുക. എങ്ങനെയാണ്? വിഗറസ് കൺട്രാക്ഷൻ ഓഫ് ദ യൂട്രസ് അറ്റ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി കോസസ് ദ എക്സ്പൾഷൻ ഓഫ് ദ ഫീറ്റസ്. 9 മാസം അതിൻ്റെ ആ ഒരു പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നമുക്ക് യൂട്രസിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ മിഡിൽ ലെയറായിട്ട് മയോമെട്രിയം പഠിച്ചു. ദാറ്റ് ഈസ് ഫോംഡ് ഓഫ് മസിൽസ്. ആ മയോമെട്രിയത്തിൻ്റെ ശക്തമായ കൺട്രാക്ഷൻസ് കൊണ്ട് കുഞ്ഞിനെ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഒരു കോംപ്ലക്സ് ന്യൂറോ എൻഡോക്രൈൻ, അതായത് ന്യൂറൽ മെക്കാനിസം ഉണ്ട്, എൻഡോക്രൈൻ മെക്കാനിസം ഉണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂറൽ മെക്കാനിസം എന്താണ്? ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫീറ്റസിൽ നിന്നും
എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിഗ്നൽ എന്തിനു വേണ്ടിയിട്ടുള്ള ഡെലിവറിക്ക് വേണ്ടിയുള്ള ഒരു സിഗ്നൽ ഈ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസിൽ നിന്നും പ്ലാസന്റയിൽ നിന്നും വന്നിട്ട് എവിടേക്കാണ് പോവുക, അതെന്തിന് കാരണമാകുന്നുണ്ട്, ഇറ്റ് ഇൻഡ്യൂസസ് മൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷൻസ്. അതിനെ പറയുന്ന പേരാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. ഈ ഒരു റിഫ്ലക്സ് വരുമ്പോൾ ഇത് എന്തിന് കാരണമാകുന്നു, ഓക്സിറ്റോസിൻ്റെ റിലീസിന് കാരണമാകുന്നു. ഓക്സിറ്റോസിന് നമ്മൾ ഡെലിവറി ഹോർമോൺ എന്ന് പറയാറുണ്ട്. കാരണം യൂട്രൈൻ മസിൽസിൻ്റെ ശക്തമായ സങ്കോച വികാസങ്ങൾക്ക് ആര് കാരണമാകുന്നു, ഓക്സിറ്റോസിൻ കാരണമാകുന്നു. സോ ഓക്സിറ്റോസിൻ്റെ സെക്രീഷൻസ് വീണ്ടും കൂടുന്നു, അതനുസരിച്ച് കൂടുതൽ ശക്തമായിട്ട് മസിൽസ് കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. The stimulatory reflex between uterine contraction and oxytocin secretion, അത് രണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, കൂടുതൽ സ്ട്രോങ്ങർ കൺട്രാക്ഷൻസിലേക്ക് പോകുന്നു. ആസ് എ റിസൾട്ട് എക്സ്പെൽഷൻ ഓഫ് ദി ബേബി ഔട്ട് ഓഫ് ദി യൂട്രസ്, അത് അങ്ങനെ ഫലമായിട്ട് കുഞ്ഞിനെ യൂട്രസിൽ നിന്നും പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ബെർത്ത് കനാൽ, അതായത് സെർവിക്സും അല്ലെങ്കിൽ സെർവിക്കൽ കനാലും വെജൈനയും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുക, ബെർത്ത് കനാൽ. അപ്പോൾ യൂട്രസിൽ നിന്ന് ബെർത്ത് കനാൽ വഴി കുഞ്ഞിനെ പുറത്തേക്ക് തള്ളുന്നു. ഓക്കെ, സൂൺ ആഫ്റ്റർ ദ ഇൻഫൻറ്റ് ഈസ് ഡെലിവേർഡ് ദ പ്ലാസൻറ്റ ഈസ് ഓൾസോ എക്സ്പെൽഡ് ഔട്ട് ഓഫ് ദി യൂട്രസ്. കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്ലാസൻറ്റയും പുറത്തേക്ക് വരുന്നു. ഇനി ലാക്ടേഷനാണ്, അതായത് ഡെലിവറി കഴിഞ്ഞ് അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, മമ്മറി ഗ്ലാൻഡിൽ നിന്ന് മിൽക്ക് സെക്രീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഹോർമോൺസ് ആയിട്ടുള്ള പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് അവിടെ കൂടുതൽ. അതോടൊപ്പം തന്നെ ഓക്സിറ്റോസിനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. The mammary gland of the female undergo differentiation during pregnancy and start producing milk toward the end of pregnancy. അതിനെ നമ്മൾ പറയുന്നത് ലാക്ടേഷൻ. ഓക്കെ, ഇത് ഒരു മാർക്കോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായി അതിൻ്റെ അമ്മ പാൽ കൂട്ടുന്ന ആദ്യ ദിവസങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനെ പറയുന്ന പേരാണ് കൊളസ്ട്രം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ആൻഡ് ദെൻ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് സെവറൽ ആൻറ്റിബോഡീസ്, IgA പോലുള്ള സെവറൽ ആൻറ്റിബോഡീസ് ഉണ്ട്, വിച്ച് ഈസ് എസെൻഷ്യൽ ടു ഡെവലപ്പ് റെസിസ്റ്റൻസ് ഫോർ ദ ന്യൂ ബോൺ ബേബി. ആ ജനിച്ച കുട്ടിക്ക് വേണ്ട പ്രതിരോധം കൊടുക്കുന്നതിൽ, ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ആൻറ്റിബോഡി. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന ഇതിലാണ്, ഈ കൊളസ്ട്രോൾ ഒരുപാട് അതുള്ളത് കൊണ്ട് തന്നെയാണ് ആ മിൽക്ക് നിർബന്ധമായിട്ടും കുഞ്ഞിന് കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ കൊളസ്ട്രോൾ എന്നുള്ള പേര് ചോദിക്കുക, IgA എന്നുള്ള ആൻറ്റിബോഡി ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം കൂടെ, ബ്രസ്റ്റ് ഫീഡിങ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ പീരീഡ് ഓഫ് ഇൻഫൻസ് ഗ്രോത്ത് ഈസ് റെക്കമെൻഡഡ് ബൈ ദി ഡോക്ടേഴ്സ്. എന്തുകൊണ്ടാണ് ഇനീഷ്യൽ പീരീഡിലുള്ള ആ മിൽക്ക് നിർബന്ധമായും കുഞ്ഞിന് കൊടുക്കണമെന്ന് പറയാൻ കാരണം ചോദിക്കാറുണ്ട്. അതെന്താണ്, കൊളസ്ട്രോമാണ്. അതിൽ കുഞ്ഞിന് വേണ്ട പ്രതിരോധശേഷി നൽകാൻ കഴിയുന്ന IgA ആൻറ്റിബോഡി ഒക്കെ ഉള്ളത് കൊണ്ടാണ് നിർബന്ധമായിട്ടും ആ മിൽക്ക് കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ PRL, മിൽക്കിനെ ഇജക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ, പ്രഗ്നൻസി ഹോർമോൺ പ്രൊജസ്ട്രോൺ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു. എന്തായാലും ഇതെല്ലാം പഠിക്കുക, നോട്ടൊക്കെ റെഡിയാക്കുക. സെക്കൻഡ് ചാപ്റ്റർ കഴിയുന്നത്ര ഫാസ്റ്റായിട്ട് ടീച്ചർ അപ്ലോഡ് ചെയ്യാം. ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണെങ്കിലും ഉപയോഗപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.